നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഇനി എന്ത് മിറാക്കിളാണ് ഉടനെ സംഭവിക്കാൻ പോകുന്നത് എന്ന് നമുക്ക് നോക്കാം. ഡെഫിനറ്റ്ലി ഈ ഒരു മിറാക്കിള് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ സംഭവിക്കും എന്നുള്ളത് നമുക്കിവിടെ വ്യക്തമാണ്. ഈ വ്യക്തി നിങ്ങളിലേക്ക് ഒരു മെസ്സേജ് അയക്കുന്നുണ്ടാവാം, അല്ലെങ്കിൽ ഒരു കോൾ ചെയ്യുന്നുണ്ടാവാം. അതിന് വേണ്ടിയിട്ട് ആ വ്യക്തി തീർച്ചയായിട്ടും ചിന്തിക്കുന്നുണ്ട്. ഓക്കെ, യെസ്, നിങ്ങളുടെ പിണക്കങ്ങളൊക്കെ മാറാനായിട്ടുള്ള സമയമായിട്ടുണ്ട്. നിങ്ങൾ ഒരു ഇരുട്ടിൽ അകപ്പെട്ടു പോയി, അല്ലെങ്കിൽ ഒറ്റപ്പെട്ടു പോയി, അല്ലെങ്കിൽ ഒറ്റയ്ക്ക് ഒരു ഇരുട്ടിൽ അകപ്പെട്ട കുട്ടിയെ പോലെ സങ്കടപ്പെട്ടിരുന്ന ഒരു സമയം ഉണ്ടായിരുന്നു. അതിൽ ഒരു പ്രകാശം പോലെ ഒരു ചേഞ്ച് ആണ് നിങ്ങളുടെ ലൈഫിലേക്ക് വരാൻ പോകുന്നത്. അത്രമാത്രമുള്ള ഒരു മിറാക്കിളാണ് നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കുന്നത്. അതിന് വേണ്ടിയിട്ടുള്ള പോസിറ്റീവ് സയൻസ് ആയിട്ടുള്ള വൈറ്റ് ബട്ടർഫ്ലൈസിനെ നിങ്ങൾ കാണുന്നുണ്ട്. ഒന്നിൽ കൂടുതൽ ബട്ടർഫ്ലൈസിനെ നിങ്ങൾ കാണുന്നുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു ചേഞ്ച് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ വരുന്നുണ്ടാവാം. യെസ്, നിങ്ങളുടെ റിലേഷൻഷിപ്പിന് വേണ്ടിയിട്ട് നിങ്ങൾ രണ്ടുപേരും ശ്രമിക്കുന്നുണ്ട്. നല്ലൊരു ഹെൽത്തി റിലേഷൻഷിപ്പ് ആയിട്ട് കൊണ്ടുപോകണമെന്ന് നിങ്ങൾ രണ്ടുപേരും ഇപ്പോൾ ആഗ്രഹിക്കുന്നുണ്ട്. അതിന് വേണ്ടിയിട്ട് നിങ്ങൾ മെന്റലി കുറച്ച് പ്രിപ്പയർ ആവേണ്ട ഒരു സമയമാണ്. ഓക്കെ, ഇപ്പോൾ ഈ ഒരു സാഹചര്യം എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഒട്ടും തന്നെ ഓവർകം ചെയ്യാൻ കഴിയുന്നില്ല. സെപ്പറേഷനിലായിരിക്കാം നിങ്ങൾ പലരും, അല്ലെങ്കിൽ ഒരു ലോങ് ഡിസ്റ്റൻസിലായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിലൊരു കമ്മിറ്റ്മെന്റ് കമ്മ്യൂണിക്കേഷൻ നടക്കുന്നുണ്ടാവില്ല. ആ ഒരു സിറ്റുവേഷൻ നിങ്ങൾക്ക് സഹിക്കാനായിട്ട് പറ്റുന്നില്ലായിരിക്കാം. പക്ഷെ അതെല്ലാം നിങ്ങളുടെ ലൈഫിൽ നിന്ന് മാറിപ്പോകും. മേ ബി ഒരു ചെറിയ രീതിയിലെങ്കിലും ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ നിങ്ങൾക്കിടയിൽ ഉണ്ടാവാം. അത് ആ ഒരു എനർജി, അതിൻ്റെ ഒരു എനർജി കുറഞ്ഞു വരുന്നുണ്ട്, ആ ഒരു സ്ട്രെങ്ത് കുറഞ്ഞു വരുന്നുണ്ട്. ഓക്കെ, യെസ്, അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഒരുപാട് സന്തോഷമാണ് നിങ്ങളുടെ ലൈഫിലേക്ക് വരാൻ പോകുന്നത്. നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ നിങ്ങൾ ആഗ്രഹിച്ചിരുന്ന ഒരു കാര്യം, അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ നിങ്ങൾ കേൾക്കാൻ ആഗ്രഹിച്ചിരുന്ന ഒരു ന്യൂസ് നിങ്ങൾ കേൾക്കാൻ പോകുന്ന ഒരു ഗുഡ് ന്യൂസ് നിങ്ങൾ കേൾക്കാനായിട്ടുള്ള സാഹചര്യമുണ്ട്. യെസ്, ഒരു അട്രാക്ഷൻ, ഈ വ്യക്തിക്ക് ഇപ്പോൾ നിങ്ങളോട് ഒരുപാട് അട്രാക്ഷൻ തോന്നുന്ന സമയമാണ്. നിങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് സ്പെൻഡ് ചെയ്യുന്ന ഒരു ദിവസം വേണമെന്ന് അവർ ആഗ്രഹിക്കുകയാണ്. നിങ്ങളുമായിട്ട് ഒരുമിച്ച് യാത്ര ചെയ്യാനായിട്ട് ആ വ്യക്തി ആഗ്രഹിക്കുകയാണ്. യെസ്, ഈ ഒരു സമയത്ത് നിങ്ങൾ എപ്പോഴാണോ ആ വ്യക്തി നിങ്ങളിലേക്ക് തിരികെ വരുന്നത്, ആ ഒരു മൊമെന്റിലേക്ക് വേണ്ടിയിട്ട് നിങ്ങൾ യൂണിവേഴ്സിനോട് ഗ്രാറ്റിറ്റ്യൂഡ് പറയുക. ഓക്കെ, ആൻഡ് യൂണിവേഴ്സ് നിങ്ങളെ സെപ്പറേറ്റഡ് ആക്കിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും യൂണിവേഴ്സായിട്ട് തന്നെ നിങ്ങളെ ഒരുമിപ്പിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ നമുക്ക് വ്യക്തമാവുന്നത്. ഓക്കെ, ആൻഡ് ടൈം ഫോർ ആക്ഷൻ. യെസ്, ഇത്രയും നാളും ആ വ്യക്തി നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഒരു വിധത്തിലുള്ള ആക്ഷൻ എടുത്തിട്ടുണ്ടായിരിക്കില്ല. പക്ഷെ ഈ ഒരു മൊമെന്റിൽ, അത് ആ ഒരു ഡിവൈൻ ടൈം നിങ്ങളിലേക്ക് എത്തിച്ചേർന്നിരിക്കുന്നു. ആ വ്യക്തിക്ക് ഇപ്പോൾ ഒരു ആക്ഷൻ എടുക്കാനുള്ള ഒരു ടൈം ആയിരിക്കുന്നു എന്ന് തന്നെയാണ് കാണുന്നത്. ഓക്കെ, നിങ്ങളുടെ ഒത്തിരി പേർക്കും ഒത്തിരി നാളായിട്ട് ഈ പേഴ്സണിന് വേണ്ടിയിട്ട് നിങ്ങൾ വെയിറ്റ് ചെയ്യുന്നുണ്ടാവാം. അതിൻ്റെ ആ ഒരു ടൈം പീരീഡ് എൻഡ് ആവുന്നു. ഓക്കെ, യെസ്, ഇപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങളുടെ ലൈഫിൽ ഡിസിഷൻ എടുക്കേണ്ട ഒരു സമയമാണ്. നിങ്ങളുടെ പേഴ്സൺ ജെനുവിൻ ആണ്, അല്ലെങ്കിൽ പോസിറ്റീവായിട്ടാണ് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നതെങ്കിൽ തീർച്ചയായിട്ടും ഈ വ്യക്തിയെ നിങ്ങൾ അക്സെപ്റ്റ് ചെയ്യുക. ആ ഒരു ചോയ്സ് നിങ്ങൾ എടുക്കുക. നിങ്ങളുടെ ഡിസിഷൻസ് നിങ്ങൾ പലതരത്തിൽ നിങ്ങളുടെ മനസ്സിൽ ചിന്തകൾ വരുന്നുണ്ടാവും. ഈ ഒരു സെപ്പറേഷൻ പീരീഡിൽ ഈ വ്യക്തിയെക്കുറിച്ച് പോലും നിങ്ങൾ നെഗറ്റീവായിട്ട് ചിന്തിച്ചിട്ടുണ്ടായിരിക്കാം. പക്ഷെ ഈ വ്യക്തി നിങ്ങളിലേക്ക് തിരികെ വരുന്ന മൊമെന്റിൽ നിങ്ങൾ ഇൻറ്റ്യൂഷണലി നിങ്ങൾക്ക് തോന്നുന്ന രീതിയിൽ നിങ്ങൾ ചൂസ് ചെയ്യുക. ആ ഡിസിഷൻസ് ഏതാണ് എടുക്കേണ്ടത് എന്ന് നിങ്ങൾ ചൂസ് ചെയ്യുക. ഓക്കെ, ഒത്തിരി കാര്യങ്ങൾ നിങ്ങളുടെ മനസ്സിൽ വരുന്നുണ്ടാവാം. പക്ഷെ നിങ്ങൾ അലേർട്ടായിട്ട്, അല്ലെങ്കിൽ വളരെയധികം ചിന്തിച്ച് തന്നെ തീരുമാനങ്ങൾ എടുക്കുക. ഓക്കെ, തീർച്ചയായിട്ടും നിങ്ങളിൽ പലരും മാനിഫെസ്റ്റേഷൻ ചെയ്യുന്നുണ്ട്. സ്ക്രിപ്റ്റിംഗ് മോഡലിലുള്ള മാനിഫെസ്റ്റേഷൻ പലരും ചെയ്യുന്നുണ്ട്. അതിന് ഒരു ഫലം നിങ്ങൾക്ക് തീർച്ചയായിട്ടും ലഭിക്കുന്നുണ്ട്. ഈ വ്യക്തി ജെനുവിൻ ആയിട്ടുള്ള ഒരു വ്യക്തിയാണെന്ന് തന്നെയാണ് ഇവിടെ നമുക്ക് ഫീൽ ചെയ്യുന്നത്. അവർ നിങ്ങളിലേക്ക് തിരികെ വരുന്നു എന്നുള്ളതാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ സംഭവിക്കുന്ന ഒരു മിറാക്കിൾ ആയിട്ട് ഇവിടെ കാണുന്നത്. അത് നമുക്ക് ഫസ്റ്റ് കാർഡിൽ നിന്ന് തന്നെ, മാസ്റ്റർ കാർഡിൽ നിന്ന് വ്യക്തമാണ്. ആ വ്യക്തി നിങ്ങളുടെ ഈ റീഡിങ് കേൾക്കുന്ന സമയത്ത് തന്നെ ചിലപ്പോൾ നിങ്ങൾക്ക് ഒരു കോൾ അല്ലെങ്കിൽ ഒരു മെസ്സേജ് വരാനുള്ള ചാൻസസ് ഉണ്ട്. ഓക്കെ, ആ വ്യക്തിയായിട്ട് തന്നെ ഒരു ആക്ഷൻ എടുക്കാനുള്ള ഒരു ചാൻസ് ഉണ്ട്.
അപ്പോൾ നിങ്ങൾ ഡിസിഷൻ എടുക്കുക, ഈ വ്യക്തിയെ നിങ്ങളുടെ ലൈഫിലേക്ക് ചൂസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഡിസിഷൻ എടുക്കുക. ഒരുപാട് നിങ്ങൾ ഓവർ തിങ്ക് ചെയ്ത് നിങ്ങൾ സിറ്റുവേഷൻസ് നിങ്ങൾക്കെതിരായിട്ട് കൊണ്ടുവരാതിരിക്കുക. നിങ്ങൾ പ്രാർത്ഥിക്കുക, മെഡിറ്റേറ്റ് ചെയ്യുക, യൂണിവേഴ്സിൽ ട്രസ്റ്റ് ചെയ്യുക. ഓക്കെ. Emotions are a natural and necessary part of life, but they can also distort your perception and cloud your vision. In order to see things clearly, you must let go of resentment. നിങ്ങളിൽ കൂടുതൽ പേരും ഇപ്പോൾ ഒരുപാട് ഇമോഷണലി ഡൗൺ ആയിട്ട് കാണുന്നുണ്ട്. അത് നിങ്ങളുടെ ലൈഫിന്റെ ഒരു പാർട്ടാണെന്ന് നിങ്ങൾ മനസ്സിലാക്കുക. ഓവറായിട്ട് നിങ്ങൾ ഓരോ കാര്യങ്ങളും നിങ്ങൾ ചിന്തിച്ചെടുക്കുന്നതിന്റെ ഭാഗമായിട്ട് നിങ്ങളുടെ കാഴ്ചകൾ പോലും മറയ്ക്കപ്പെട്ടേക്കാം. അതുകൊണ്ട് തന്നെ നിങ്ങൾ ക്ലിയർ ആയിട്ട് എല്ലാ കാര്യങ്ങളും കാണണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ വ്യക്തിയോടുള്ള അല്ലെങ്കിൽ ആ സിറ്റുവേഷനോടുള്ള നീരസം നിങ്ങൾ മാറ്റിവെക്കുക. എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ക്ലാരിറ്റിയോട് കൂടി ആ വ്യക്തിയെയോ അല്ലെങ്കിൽ ആ സാഹചര്യത്തെയോ മനസ്സിലാക്കാൻ കഴിയുകയുള്ളൂ. ഓക്കെ. നമുക്ക് നോക്കാം ഈ ഒരു സമയത്ത് നിങ്ങളുടെ പേഴ്സൺ എന്താണ് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത്. ഐ മിസ് യു. യെസ്, തീർച്ചയായിട്ടും ആ വ്യക്തി നിങ്ങളെ ഒരുപാട് മിസ് ചെയ്യുന്നുണ്ടാവാം. ഐ ഹോപ്പ് യു വിൽ forgive me. ഓക്കെ, നിങ്ങൾ അവരോട് ക്ഷമിക്കുമെന്നവര് പ്രതീക്ഷിക്കുന്നു. ഐ സീ യു ഇൻ മൈ ഫ്യൂച്ചർ. ഫ്യൂച്ചറിൽ അവർ നിങ്ങളെ കാണുന്നു. യു ആർ മൈ പെർഫെക്റ്റ് പാർട്ട്ണർ. നിങ്ങളാണ് അവരുടെ ലൈഫിലെ ഏറ്റവും പെർഫെക്റ്റ് ആയിട്ടുള്ള പാർട്ട്ണർ എന്നവര് മനസ്സിലാക്കുന്നു. ആൻഡ് ഐ ക്യാൻ നെവർ സേ ഇറ്റ് ബട്ട് ഐ ഡു ലവ് യു. ഓക്കെ, ഇപ്പോൾ നിങ്ങളോട് ഒന്നും തുറന്നു പറയാൻ കഴിയുന്നില്ല എങ്കിൽ പോലും അവർക്ക് ഒരു കാര്യം നിങ്ങളോട് പറയാനാവും, അവര് നിങ്ങളെ വളരെ ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുന്നു. ആൻഡ് ഫീൽസ് ഡീപ് സോൾ കണക്ഷൻ. അവർക്ക് ഒരുപാട് ആത്മബന്ധം, അത്രമേൽ ആഴമേറിയ ഒരു ആത്മബന്ധം അവർക്കിപ്പോ ഫീൽ ചെയ്യുന്നുണ്ട്. ഐ ഹാവ് ചേഞ്ച്ഡ് ഓൺലി ബിക്കോസ് ഓഫ് യു. നിങ്ങൾ കാരണമാണ് അവരുടെ ലൈഫിൽ ഒത്തിരി ചേഞ്ചസ് ഉണ്ടായിട്ടുള്ളത്. ഐ മിസ് യു വെരി ബാഡ്ലി. യുവർ സൈലൻസ് ഈസ് കില്ലിങ് മീ. ഓക്കെ, വളരെ റൊമാൻറ്റിക് ആയിട്ട് ആ വ്യക്തി പറയുകയാണ്, അവരെ ഒരുപാട് നിങ്ങളെ മിസ് ചെയ്യുന്നുണ്ട്. ഐ ആം വെയിറ്റിംഗ് ഫോർ ദാറ്റ് മൊമെന്റ് വെൻ വി വിൽ ബി ടുഗദർ. നിങ്ങൾ ഒരുമിച്ച് ഉണ്ടാവുന്ന ആ ഒരു സമയം മാത്രമാണ് ആ വ്യക്തി, ആ ഒരു സമയത്തിന് വേണ്ടിയാണ് ആ വ്യക്തി വെയിറ്റ് ചെയ്യുന്നത്. ഓക്കെ. ഐ മിസ് യുവർ പ്രസൻസ്. നിങ്ങളുടെ സാമീപ്യം അവര് ഒത്തിരി ആഗ്രഹിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് അവർക്കത് മിസ് ചെയ്യുന്നത് ഈ ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷനിൽ. എവറി സോങ് റിമൈൻഡ്സ് മീ അബൌട്ട് യു. ഓക്കെ, അവർ കേൾക്കുന്ന ഓരോ പാട്ടുകളും നിങ്ങളെ കുറിച്ചുള്ള ഓർമ്മകൾ അവരിൽ ഉണ്ടാക്കുന്നു. ഓക്കെ, മേ ബി ഒരു ഒത്തിരി മ്യൂസിക് കേൾക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയായിരിക്കാം. ഓക്കെ. ഐ കാൺട്ട് ഗെറ്റ് യു ഔട്ട് ഓഫ് മൈ മൈൻഡ്. ഒരിക്കലും അവരുടെ മനസ്സിൽ നിന്ന് നിങ്ങളെ മാറ്റാനായിട്ട് അവർക്ക് കഴിയില്ല, അല്ലേ? എപ്പോഴും അവർക്ക് നിങ്ങളെ കുറിച്ചുള്ള ചിന്തകളാണ്. ഓക്കെ.